ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കതിരൂർ കൊലക്കേസ് CBIക്ക് വിടാൻ ധാരണ. പ്രതികൾക്കെതിരെ UAPA ചുമത്തിയെന്ന് ADGP. കൊലപാതകത്തെ ന്യായീകരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ P. ജയരാജന്റെ മകനെതിരെ കേസ്. കേസ് സ്വാഭാവികമെന്ന് VS അച്യുതാനന്ദൻ. കൊലപാതകം സംബന്ധിച്ച് അതേ സംബന്ധിച്ച് ആക്ഷേപം വന്നിട്ടുള്ളവരെ പറ്റി അന്വേഷണം നടത്തേണ്ടതാണ്. എവിടെ കൊലപാതകം ഉണ്ടായാലും അത് ആരുടെ നേതൃത്വത്തിൽ നടന്നായിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയുടെ വിമർശം. ജനം പൊറുതിമുട്ടുമ്പോൾ പ്രധാനമന്ത്രി ചെണ്ട കൊട്ടിക്കളിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി. സ്വന്തം പാർട്ടിക്കാർ പോലും കേൾക്കാത്ത രാഹുലിനെ അവഗണിക്കുന്നുവെന്ന് BJPയുടെ തിരിച്ചടി. അൽ-ഖായിദയുടെ പ്രവർത്തനം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് നേതാവ് ഐമൻ അൽ സവാഹിരി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനു വേണ്ടി പ്രത്യേക വിഭാഗം രൂപവൽക്കരിക്കുമെന്ന് സവാഹിരിയുടെ വീഡിയോ സന്ദേശം. സംസ്ഥാനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഇന്റലിജൻസ് ബ്യൂറോ. തിരുവനന്തപുരത്ത് 11 വയസ്സുകാരനെ കെട്ടിയിട്ട് മണ്ണെണ്ണ ഒഴിച്ച് തീകൊളുത്തി. കൈകൾ ചവിട്ടിയൊടിച്ചു. ക്രൂരത. അയൽവാസിയുടെ പണം മോഷ്ടിച്ചെന്നാരോപിച്ച് ഗുരുതരാവസ്ഥയിലായ കുട്ടിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. സിനിമാ പ്രതിസന്ധി തീരുന്നു. ഓണച്ചിത്രങ്ങൾ റിലീസ് ചെയ്യും. ഓണത്തിന് വൈഡ് റിലീസ് തീരുമാനിച്ചിരുന്നില്ലെന്ന് വിതരണക്കാരുടെ സംഘടന. തർക്കത്തിൽ ഇടപെടാനില്ലെന്ന് ഫിലിം ചേംബർ. കതിരൂരിൽ RSS നേതാവ് മനോജിനെ കൊലപ്പെടുത്തിയ കേസ് സർക്കാർ CBIക്ക് വിട്ടേക്കും. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ഇത് സംബന്ധിച്ച നിയമോപദേശവും സർക്കാർ തേടിയിട്ടുണ്ട്. കൊലപാതക കേസ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന RSSന്റെയും BJPയുടെയും ആവശ്യത്തെ തുടർന്നാണ് സർക്കാർ നീക്കം. കതിരൂരിൽ കൊല ചെയ്യപ്പെട്ട RSS നേതാവ് മനോജിന്റെ കൊലപാതകം കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് RSSന്റെയും BJPയുടെയും ആവശ്യം. ഇക്കാര്യം ഉന്നയിച്ച് RSS BJP നേതാക്കൾ മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ടു. BJP സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരൻ, ദേശീയ സമിതി അംഗം PK കൃഷ്ണദാസ്, RSS പ്രാന്തപ്രചാരക് P. ഗോപാലൻകുട്ടി മാസ്റ്റർ എന്നിവരാണ് ചർച്ചയ്ക്കെത്തിയത്. അന്വേഷണം കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയതായി RSS നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണം കൊണ്ട് യഥാർത്ഥ പ്രതികളെ കണ്ടെത്താനും അതേപോലെ തന്നെ പ്രതികളെ മാത്രമല്ല അതിന് കാരണക്കാരായവ, പ്രേരണ ചെലുത്തിയവർ, അതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തവർ, അവരെയെല്ലാം കണ്ടെത്താൻ പ്രയാസമാണ് എന്നുള്ളതുകൊണ്ട് നിർബന്ധമായും ഇതൊരു നാഷണൽ ഏജൻസി അന്വേഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ ഈ ആവശ്യം പരിഗണിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയെയും നേരിട്ട് കണ്ടു. ആ കാര്യത്തിൽ നാഷണൽ ഏജൻസിയെ കൊണ്ട് തന്നെയുള്ള അന്വേഷണം നടത്തും എന്നിപ്പോൾ അവർ ഉറപ്പ് തന്നിരിക്കുന്നു. RSS നേതാക്കളുടെ സന്ദർശനത്തിന് ശേഷം മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. കേസ് CBIക്ക് വിടുന്നതിനെക്കുറിച്ചാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇതിൽ മറ്റു നിയമ തടസ്സങ്ങളില്ലെന്ന് ഉറപ്പുവരുത്താൻ സർക്കാർ നിയമോപദേശം തേടിയിട്ടുണ്ട്. തീരുമാനം ഉടനുണ്ടായേക്കും. നിലവിൽ ADGP അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം. കണ്ണൂരിൽ RSS നേതാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വിവാദ ഫേസ്ബുക്ക് പരാമർശം നടത്തിയതിന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജന്റെ മകനെതിരെ കേസെടുത്തു. IT ആക്ട് അനുസരിച്ച് കതിരൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ യോഗം തലശ്ശേരിയിൽ ചേർന്നു. കേസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിൽ UAPA ചുമത്തിയിട്ടുണ്ടെന്ന് ADGP അനന്തകൃഷ്ണൻ സ്ഥിരീകരിച്ചു. മനോജ് കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്കകമായിരുന്നു P. ജയരാജന്റെ മകൻ കൊലപാതകികൾക്ക് അഭിവാദ്യമർപ്പിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. ഈ സന്തോഷ വാർത്തയ്ക്കായി എത്ര കാലമായി കാത്തുനിൽക്കുന്നു അഭിവാദ്യങ്ങൾ പ്രിയ സഖാക്കളെ എന്നായിരുന്നു ജയൻ രാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സംഭവം വിവാദമായതോടെ ജയൻ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. എന്നാൽ പിറ്റേന്ന് തന്റെ പരാമർശത്തെ ന്യായീകരിച്ച് ജയൻ രാജ് വീണ്ടും ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു. തന്റെ അച്ഛനെ ശാരീരികമായി തളർത്തിയവൻ തെരുവിൽ മരിച്ചു കിടപ്പുണ്ടെന്നറിഞ്ഞാൽ തന്നിലെ മകൻ സന്തോഷിക്കുക തന്നെ ചെയ്യും എന്നായിരുന്നു ഈ പോസ്റ്റ്. ജയിന്റെ പോസ്റ്റ് P. ജയരാജന് കൊലപാതകത്തിലുള്ള ബന്ധമാണ് സൂചിപ്പിക്കുന്നതെന്ന ആരോപണവുമായി BJP RSS നേതൃത്വം രംഗത്തെത്തിയിരുന്നു. തുടർന്നാണ് ഇന്ന് ജയിനെതിരെ കതിരൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെ പ്രകോപനമുണ്ടാക്കുന്ന പ്രസ്താവന നടത്തിയതിന് IPC 153, കേരള പോലീസ് ആക്ട് 118 വകുപ്പുകളാണ് ജയിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ സമ്പൂർണ്ണ യോഗം ഇന്ന് തലശ്ശേരിയിൽ നടന്നു. ADGP S. അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിൽ 2 മണിക്കൂറിലധികം നീണ്ട യോഗം ലോക്കൽ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ചർച്ച ചെയ്തു. കേസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിൽ UAPA ചുമത്തിയിട്ടുണ്ടെന്നും കൊലപാതകം രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും ADGP പറഞ്ഞു. അല്ല, ഇപ്പൊ ഞങ്ങൾക്ക് കേസ് കിട്ടിയപ്പോൾ ആ സെക്ഷൻ ഉണ്ട്. അപ്പൊ അന്വേഷണത്തില് ഇപ്പൊ അതുണ്ട്. ഇപ്പോ അതിനകത്ത് പ്രതിയായിട്ട് പേര് പറഞ്ഞിരിക്കുന്നവർ പ്രതിയാണ്.
ബാക്കി ഞങ്ങൾ അന്വേഷിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ അല്ലാതെ വേറെ ഒന്നും പറയാറായിട്ടില്ല. അല്ല, രാഷ്ട്രീയ കൊലപാതകമാണെന്ന് പറയുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ ഇനി ശേഖരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ നിർത്തില്ല. ക്രൈംബ്രാഞ്ചിലെ 2 CIമാരെ കൂടി അന്വേഷണ സംഘത്തിൽ ഇന്ന് പുതുതായി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അക്രമത്തിൽ പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പ്രമോദിൽ നിന്ന് ഇന്ന് അന്വേഷണ സംഘം മൊഴിയെടുക്കും. സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ. കൊലയ്ക്ക് പിന്നിൽ രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തുകയും മാതൃകാപരമായി ഇന്ത്യൻ ശിക്ഷാ നിയമം അനുശാസിക്കുന്ന വിധത്തിൽ ശിക്ഷിക്കുകയും വേണം. അതിന് UAPA ചുമത്തേണ്ടതുണ്ടോ എന്നാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ പരിശോധിക്കുന്നത്. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ നിയമവിദഗ്ധൻ, അദ്ദേഹം കൊച്ചിയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള BJP നേതാവ്, അദ്ദേഹം കോഴിക്കോട് ബ്യൂറോയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. ഒപ്പം AN ഷംസീർ CPM നേതാവ്, അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസ് നേതാവും അഭിഭാഷകനുമായ M ലിജു, അദ്ദേഹം ആലപ്പുഴ ബ്യൂറോയിൽ നിന്ന് ഈ ചർച്ചയിൽ ചേരും. ആദ്യം ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിലേക്ക്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്തപ്പോൾ ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. അത് പൊതുജനങ്ങളിൽ ഭീതി ഉളവാക്കി. കഴുത്തറുത്ത് നടത്തിയ കൊലപാതകം തീവ്രവാദ സംഘടനകൾ നടത്തുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് അൺലോഫുൾ പ്രിവെൻഷൻ ആക്ട് അഥവാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് കേസെടുത്തത് എന്നാണ് പോലീസ് വിശദീകരിച്ചത്. ഈ കേസിൽ UAPA ചുമത്താൻ ഈ ന്യായം മതിയാകുമോ? അത് വളരെ ക്രൂരവും നിഷ്ഠുരവുമായ കൊലപാതകമാണ് കതിരൂരിൽ നടന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിന്റെ കാരണമെന്ത്, അതൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. പോലീസ് അന്വേഷണം ഫലപ്രദമായി നടത്തുകയും തെളിവുകൾ ശേഖരിക്കുകയും പ്രതികളെ കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയും വേണം. അതിന് പ്രസക്തമായ വകുപ്പുകൾ ശിക്ഷാ നിയമത്തിലുണ്ട്, ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ അതിനുള്ള വ്യവസ്ഥകളുണ്ട്. അതിനൊന്നിനും ആർക്കും ആക്ഷേപമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ FIR സ്റ്റേജിൽ തന്നെ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്ന നിയമത്തിലെ വ്യവസ്ഥകൾ ഉൾച്ചേർത്തിരിക്കുന്നത് അതെന്തിന് എന്ന് മനസ്സിലാകുന്നില്ല. 1967 പാസാക്കിയ നിയമം 2008 മുംബൈ ഭീകര ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ദംഷ്ട്രകൾ നൽകപ്പെട്ട ഒരു നിയമം, അതൊരു കരിനിയമമാണ്. ആ കരിനിയമം UN സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് 1967 പാർലമെന്റ് പാസാക്കിയത്. അത് ഭീകര പ്രവർത്തനത്തെ തടയുന്നതിന് വേണ്ടിയുള്ളതാണ്. ടെററിസം, ഇന്റർനാഷണൽ ടെററിസം. ഇവിടെ കതിരൂരിൽ നടന്ന കൊലപാതകം അതൊരു സാധാരണ കൊലപാതകമാണെന്ന് പറഞ്ഞാൽ അതിന് മര്യാദകേടായൊക്കെ പലരും വ്യാഖ്യാനിച്ചേക്കാം. പക്ഷേ അത് നമ്മുടെ ശിക്ഷാ നിയമത്തിൽ വിവക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകം മാത്രമാണ്. അതിന്റെ സാഹചര്യങ്ങളും അതിന്റെ കാരണങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം പോലീസിന് അന്വേഷിച്ച് കണ്ടെത്താം. അത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യങ്ങൾ എല്ലാം അത് കൈകാര്യം ചെയ്യുന്നതിന് നമ്മുടെ പീനൽ കോഡും നമ്മുടെ പ്രൊസീജിയർ കോഡും പര്യാപ്തമാണ് എന്നിരിക്കെ ഈ കരിനിയമം എന്തിന് ഇവിടെ പ്രയോഗിക്കുന്നു? അതിന് രാഷ്ട്രീയത്തെക്കാളൊക്കെ ഉപരിയായ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന ഒരു നീക്കമാണ് കേരള പോലീസ് നടത്തിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ ചട്ടങ്ങൾ, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വ്യവസ്ഥകൾ ഇത് പാലിച്ചുകൊണ്ട് തന്നെ ഈ കൊലപാതക കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്തുകയും കുറ്റവാളികളെ കണ്ടെത്തി നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. അത്തരമൊരു സാഹചര്യത്തിൽ എന്തിനാണ് UAPA ചുമത്തുന്നത് എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. BJP എങ്ങനെ കാണുന്നു പോലീസിന്റെ നടപടിയെ? ഈ പോലീസിൽ ഒരു നിലക്കും വിശ്വാസം അർപ്പിക്കാൻ സാധിക്കില്ല. കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ കങ്കാണിമാരുടെ ആളുകളാണ്. ഏത് പാർട്ടി അധികാരത്തിൽ വരുന്നു അല്ലെ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടോ അതിനനുസരിച്ചാണ് അവർ നിയമങ്ങൾ കൊണ്ടുപോകുന്നത്. ഇത്രയും അധപ്പതിച്ച ഒരു പോലീസിനെ രാജ്യത്ത് എവിടെയും കാണാൻ സാധിക്കില്ല. ഇപ്പോൾ തന്നെ കേരളത്തിലെ തലവൻ പറഞ്ഞെന്താ, ഇത് രാഷ്ട്രീയ കൊലപാതകമാണോ എന്ന് എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല എന്നാ. പിന്നെ എന്താ ഇവിടെ നടന്നത്? ഈ ജയരാജൻ്റെ മകൻ്റെ ഇത് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞ ആഹ്ലാദം തുള്ളിക്കൊണ്ട് പറഞ്ഞ വാക്കുകളും ഇതിൻ്റെ പശ്ചാത്തലവും എല്ലാം പരിശോധിക്കുന്ന അവസരത്തിൽ പിന്നെ എന്താ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്? അതുകൊണ്ട് CBI അന്വേഷിക്കുക അല്ലാതെ മറ്റ് പോംവഴിയൊന്നുമില്ല. തലശ്ശേരിയിലെ എത്ര കേസുകളാണ് ഈ രാജ്യത്ത് പോലീസുകാർ തുലച്ചിട്ടുള്ളത്? ജയകൃഷ്ണ മാസ്റ്റർ കേസായാലും ശരി, പന്നന്നൂർ ചന്ദ്രൻ കേസായാലും ഇതിലെല്ലാം പോലീസ് ഓഫീസർമാർക്കെല്ലാം എതിരായിട്ട് അട്ടിമറിച്ചു എന്ന് കോടതികളുടെ നിഗമനങ്ങളുള്ളതാണ്. ആ നിഗമനങ്ങളെല്ലാം കാറ്റിൽ പറത്തിയ പോലീസ് ഈ പോലീസിനെ വിശ്വസിക്കാൻ സാധിക്കില്ല. CBI അന്വേഷിക്കണം, അല്ലാണ്ട് ഇന്ന വകുപ്പ് ചേർത്ത് കയ്യടി വാങ്ങണോ, വകുപ്പ് ശരിയോ തെറ്റോ എന്നൊന്നും അല്ല കാലികമായ പ്രശ്നം. ഈ ഒരു പ്രശ്നങ്ങളുമില്ലാത്തൊരു പ്രദേശത്ത് സൗഹാർദ്ദത്തോടെ പോകുമ്പം രാഷ്ട്രീയമായി പകവോക്കലിന് വേണ്ടിയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി രാഷ്ട്രീയ നേതൃത്വങ്ങൾ ചിന്തിച്ചപ്പം ഇതിൻ്റെ അടിവേരുകൾ അന്വേഷിക്കാൻ, ഗൂഢാലോചന അന്വേഷിക്കാൻ തയ്യാറാകാത്ത
ഏത് പാർട്ടി ആയാലും ഇത്തരം കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടതും അവരെയാണ് തടങ്കലിലിടേണ്ടതും. പക്ഷെ അതൊന്നും ചെയ്യാതെ അവരുടെയൊക്കെ ആളുകളായിട്ട് നടക്കുന്ന പോലീസ് ഓഫീസർമാരിൽ വിശ്വാസം അർപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ പാർട്ടിയുടെയും അഭിപ്രായം ഏതാണ്ട് അത് തന്നെയാണ്. ഇവിടെ താങ്കൾ പോലീസിനെ കുറിച്ച് ഉന്നയിച്ച ആക്ഷേപങ്ങളൊക്കെ നിൽക്കുമ്പോൾ തന്നെ എന്തിന് UAPA ചുമത്തുന്നു എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. UAPA ചുമത്തിയ കേസുകളിൽ ഇപ്പോൾ മാവോയിസ്റ്റ് നേതാവ് കൊബാഡ് ഖാൻഡിയെ അറസ്റ്റ് ചെയ്ത് UAPA നിയമം ചുമത്തി UAPA പ്രകാരം കേസെടുത്തു. അത് പിന്നീട് കോടതി റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ ഇവിടെ UAPA ചുമത്തുകയും ഇത് പിന്നീട് കോടതി റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ അത് ഈ കേസിനെ ദുർബലപ്പെടുത്തും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഈ കേസിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, തുടക്കം മുതൽ തന്നെ ഇവർ അട്ടിമറിക്കാനാണ്. ഈ അട്ടിമറിക്കാനുള്ള ശ്രമത്തിൽ അവർ പലതും ചെയ്യും. അതിൻ്റെ ന്യായങ്ങളെ പറ്റി UAPA ആക്ടിനെ സംബന്ധിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ന്യായാന്യായങ്ങളൊന്നും ചർച്ച ചെയ്ത് വിഷയം മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പോലീസ് കരുതി കൂട്ടി അവർക്ക് കയ്യടി കിട്ടണം. കോൺഗ്രസ്സിൽ ഇപ്പം കോൺഗ്രസ് പലപ്പോഴും CPM വീണാൽ അവരെ താങ്ങി നിർത്തും, മറിച്ച് മറ്റവരും താങ്ങി നിർത്തും. ഇവർ രണ്ടുപേരും ഇതാണ് ധാരണ, കയ്യടി കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 6ഓളം ജഡ്ജ്മെൻറ്റ് ഞാൻ തരാം. മർഡർ കേസ്, പ്രമാദമായ മർഡർ കേസ്, ജയകൃഷ്ണൻ മാഷ് മറ്റുൾപ്പെടെയുള്ള കേസുകൾ അട്ടിമറിച്ചു പോലീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുവിലനകത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിമാർ, UDFൻ്റെ LDFൻ്റെ മുഖ്യമന്ത്രിമാർ, അവരും ഈ കങ്കാണിമാരും എല്ലാം ചേർന്ന്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയേക്കാൾ കണ്ണൂരിലെ പോലീസ്, കേരള പോലീസിൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടറിക്കും സ്വാധീനമുണ്ട്. അവർ പറഞ്ഞാൽ കേൾക്കും. ആ ഗതികളിലാണ് കേരളം എത്തിയത്. അതുകൊണ്ട് CBI അന്വേഷിച്ച് ഇതിൻ്റെ നിജസ്ഥിതി കണ്ടെത്തിട്ട് മറിച്ചുള്ള വിവാദങ്ങളും ചർച്ചകളും എല്ലാം വഴിമാറ്റാനുള്ള ശ്രമമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. റൈറ്റ്. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, താങ്കളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ M. ലിജു, കോൺഗ്രസ് നേതാവ്, അഭിഭാഷകൻ, അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കുചേരുന്നു. M. ലിജു, പോലീസ് UAPA വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കതിരൂർ കേസിൽ FIR രജിസ്റ്റർ ചെയ്തത് എന്ന് ADGP ഇന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്ത് സാഹചര്യത്തിലാണ് സംസ്ഥാന പോലീസ് ഇത്തരം ഒരു നിയമം ഈ കേസിൽ ചുമത്താൻ തീരുമാനമെടുത്തത്? അല്ല, എനിക്കതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണെന്ന് വ്യക്തമാക്കുമ്പോൾ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. UAPA ആക്ട് ചുമത്തുന്നത് പലപ്പോഴും ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനാണ്. ഈ ആക്ടിൻ്റെ ഡെഫിനിഷനിൽ ടെററിസത്തെ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഞാൻ അതിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കടുത്ത തരത്തിലുള്ള സംഘർഷങ്ങളുണ്ടാക്കുന്ന, ജനങ്ങൾക്കിടയിൽ ഭീതി പരത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളെ അത് ടെററിസമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപ്രകാരം ഈ കൂട്ടക്കൊല അല്ലെങ്കിൽ തുടർന്നുണ്ടാകുന്ന ദിവസങ്ങളിലെ സംഘർഷം ഇതെല്ലാം കൂടി കണക്കിലെടുത്ത്, അല്ലെങ്കിൽ ആ മരണത്തിൻ്റെ ഗൂഢാലോചന, വധത്തിൻ്റെ ഗൂഢാലോചന, മറ്റ് സാഹചര്യങ്ങൾ ഇതൊക്കെ കണക്കിലെടുത്തായിരിക്കണം. പ്രത്യേകിച്ച് സ്ഫോടക വസ്തു ബോംബ് എറിഞ്ഞതിന് ശേഷമാണ് ഇവിടെ മനോജിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇതൊക്കെ കണക്കിലെടുത്തായിരിക്കണം ചിലപ്പോൾ പോലീസ് ആക്ട് ഉപയോഗിച്ചത്. ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. എനിക്കൊരു കാര്യം ശ്രീ PS ശ്രീധരൻപിള്ള സാറിനോട് ചോദിക്കാനുണ്ട്. UAPA ആക്ട് ഈ കുറ്റകൃത്യത്തിൽ ചുമത്തുന്നതിന് BJP അനുകൂലമാണോ അല്ലയോ? നമുക്കത് കൃത്യമായ നേരിട്ടൊരു കാര്യം പറയാമല്ലോ. BJPക്ക് അതിൽ എതിർപ്പുണ്ട്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാനാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവൻ്റെ അഭിപ്രായം പറയാം. അപ്പോൾ അന്വേഷണ സംഘത്തിൽ ആര് വേണം ആര് വേണ്ട എന്ന അഭിപ്രായം പറയുന്ന BJP സംസ്ഥാന കമ്മിറ്റിക്ക് വളരെ നിഷ്ഠൂരമായിരിക്കുന്ന ഈ കൊലപാതകത്തിൽ ഇതിലെ പിന്നിലെ പ്രതികൾ എത്ര ഉന്നതരാണെങ്കിലും പിടികൂടപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും ഒരു ആക്ട് ചുമത്തപ്പെടുന്നത് കൊണ്ട് ഇത് ദുർബലപ്പെടുമെന്നാണ് BJPയുടെ അഭിപ്രായമെങ്കിൽ അദ്ദേഹം വളരെ സീനിയർ അഭിഭാഷകനാണ്, കേരളത്തിൽ വളരെ റെസ്പെക്റ്റഡ്, ബഹുമാനം കേരള സമൂഹം കൊടുക്കുന്ന ഒരാളാണ്. അദ്ദേഹം അഭിപ്രായം പറയണം എന്നാണ് എൻ്റെ